ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ സെഷൻ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ പേരാണ് വയലൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ. നമ്മുടെ കുട്ടികൾക്ക് എതിരെയായിട്ട് എന്തൊക്കെ വയലൻസ് ആൻഡ് അബ്യൂസസ് ആണ് നേരിടുന്നത്? വാട്ട് ആർ ദ റൂട്ട് കോസ്? അല്ലെ, ഈ ഒരു വയലൻസ് നടക്കാനും ചില കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. സോ എന്തൊക്കെയാണ് അതിന്റെ റൂട്ട് കോസസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ വി ആർ മൂവിങ് to the introductory part. Violence against children occurs when relatives, teachers, community members, peers or strangers violate a child's physical, sexual or emotional well-being. ഒരു കുട്ടിയുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെയോ അല്ലെങ്കിൽ സെക്ഷുവലി ഫിസിക്കലി ഒക്കെ ഒരു കുട്ടീനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഹാം കോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വയലൻസ് എന്ന് പറയുന്നത്, അല്ലെ? ആ കുട്ടീനെ ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മൾ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ആ കുട്ടിയോട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എതിരെയായിട്ടുള്ള ഒരു വയലൻസ് ആയിട്ട് കണക്കാക്കപ്പെടും. വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആസ് എ ഗ്ലോബൽ ക്രൈസിസ് ആൻഡ് എ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. നമ്മൾ ഗ്ലോബലി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കുട്ടികൾക്കെതിരെയുള്ള ഈ ഒരു അതിക്രമം എന്ന് പറയുന്നത്. അത് വൺ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ തന്നെയാണ്. വിക്ടിംസ് എക്സിസ്റ്റ് ഇൻ എവറി കൺട്രി. എല്ലാ കൺട്രീസിലും ഇത് നടക്കുന്നുണ്ട്. ഇത് നേരിടുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിക്ടിം എന്ന് പറയുന്നത്, അല്ലെ? സോ എല്ലാ കൺട്രീസിലും ഈ ഒരു വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വിക്ടിംസ് ഒരുപാട് ഉള്ളതാണ്. Globally, about 1 billion children aged 2 to 17 years have experienced physical, sexual and emotional violence or neglect. 2 മുതൽ 17 വയസ്സ് വരെ ഇടയിൽ പ്രായമുള്ള കുട്ടികൾ, അല്ലെ? ഏകദേശം നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ ഗ്ലോബലി 1 ബില്യൺ കുട്ടികൾ എന്താണ് ഈ ഫിസിക്കൽ അബ്യൂസും സെക്ഷൽ അബ്യൂസും ഇമോഷണൽ വയലൻസും പലതരത്തിലുള്ള നെഗ്ലക്റ്റും നേരിടുന്ന കുട്ടികളാണ്. സോ ഈ ഒരു കണക്ക് ചെറിയൊരു കണക്കല്ല. ഈ പ്രായത്തിനിടയിലുള്ള കുട്ടികൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു കണക്ക് സൂചിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. വേരിയസ് ഫോംസ് ആൻഡ് ട്രെൻഡ്സ് ഇൻ തമിഴ്നാട്, അബ്യൂസ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഡ്രഗ് ഡിപെൻഡൻസി എമംഗ് ചിൽഡ്രൻ, ഓൺലൈൻ അബ്യൂസ്, സൂയിസൈഡൽ ടെൻഡൻസി എമംഗ് ചിൽഡ്രൻ, ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ഇമ്പാക്ട് ഓഫ് വയലൻസ് ഓൺ ചിൽഡ്രൻ, ഫാക്ടേഴ്സ് ലീഡിംഗ് ടു വൾണറബിലിറ്റി ഓഫ് ചിൽഡ്രൻ ഇൻ തമിഴ്നാട് ആൻഡ് റൂട്ട് കോസസ്. സോ പ്രധാനമായിട്ടും കുട്ടികൾ നേരിടുന്ന പലതരത്തിലുള്ള ഇഷ്യൂസ് ആണ് ഓവറോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, അല്ലെ? ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് ലൈക്ക് ഫിസിക്കൽ, സെക്ഷൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ, ചൈൽഡ് ലേബർ, ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണിത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫിസിക്കലായിട്ടും ഇമോഷണൽ ആയിട്ടും സെക്ഷുവലി, ചൈൽഡ് ലേബറിംഗിലെ ഇന്റിമേറ്റ് പാർട്ട്ണറിൽ നിന്നും പോലും പലതരത്തിലുള്ള വയലൻസ് നേരിടുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ്, സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ കുട്ടികൾ പലതരത്തിലുള്ള ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അപ്പൊ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത എല്ലാ ഇഷ്യൂസും കുട്ടികൾക്കെതിരെയായിട്ടുള്ള വയലൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അക്കോർഡിംഗ് ടു WHO, ദാറ്റ് ഇസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, 1 in 2 children under 18 years suffer from any kind of violence. നമ്മൾ മുകളിൽ പറഞ്ഞ ഈ വയലൻസിൽ, അല്ലെ, ഏതെങ്കിലും ഒരു വയലൻസ് എങ്കിലും എന്താണ് 2-ൽ-1 കുട്ടി നേരിടുന്നുണ്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കണക്കാണ് കേട്ടോ. ഇതാണ് WHO പുറത്തുവിട്ട കണക്ക് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസിങ് വയലൻസ് ഇൻ ചൈൽഡ്ഹുഡ് ഇമ്പാക്ട്സ് ലൈഫ് ലോങ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. വളരെ എന്താ പറയാ, കുട്ടിക്കാലത്ത് തന്നെ ഇത്തരം എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ഇത്തരം വയലൻസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അത് ആ കുട്ടികളുടെ ഫ്യൂച്ചറിനെയും അതുപോലെ തന്നെ ത്രൂ ഔട്ട് ലൈഫ് ലോങ് ഹെൽത്തിനെയും ഒരുപാട് ഇമ്പാക്ട് കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ്. ടാർഗറ്റ് 16.2 ഓഫ് 2030 അജണ്ട എയിംസ് അറ്റ് എൻഡ് അബ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ, trafficking and all forms of violence and torture against children. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട്
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു അല്ലെ 2030 അജണ്ട എന്ന് പറയുന്നത്. ഒരുപാട് എനിക്ക് തോന്നുന്നു 160യോളം ടാർഗറ്റ്സ് 2030 അജണ്ടയിൽ വരുന്നുണ്ട്. സോ 16.2 ടാർഗറ്റ് പ്രകാരം 2030 അജണ്ടയിൽ വ്യക്തമാക്കി കൊടുത്തിട്ടുള്ള വൺ ഓഫ് ദ ടാർഗറ്റ് ആണ് ഈ വയലൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഇല്ലാതാക്കുക എന്നുള്ളത്. അതിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അബ്യൂസ് എൻഡ് ചെയ്യുക, കുട്ടികൾക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ചൈൽഡ് ട്രാഫിക്കിംഗ് അല്ലെ, കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നത്, ടോർച്ചർ ചെയ്യുക, ഇങ്ങനെ കുട്ടികൾ ഇത്തരത്തിൽ നേരിടുന്ന എല്ലാ ഇഷ്യൂസിനെയും എൻഡ് ചെയ്യുക എന്നുള്ളതാണ് 2030 വൺ ഓഫ് ദ 16th ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് വരുന്ന കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ വേരിയസ് ഫോംസ് ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ട്രെൻഡ്സ് ഇൻ തമിഴ്നാട്. ഇനി നമ്മൾ ബേസിക്കലി സ്പെസിഫിക് ആയിട്ട് നമ്മൾ തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലെ കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ വയലൻസ് എത്രത്തോളം ഉണ്ട്, എന്തൊക്കെ തരത്തിലുള്ള വയലൻസ് ആണ് തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ കുട്ടികൾ നേരിടുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് മാൽ ട്രീറ്റ്മെന്റ് അല്ലെ. It includes violent punishment, physical, sexual, psychological, neglect of infants, children and adolescents by parents, caregivers mostly from home or school. സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ തന്റെ കുടുംബക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം പാരന്റ്സിൽ നിന്നോ കുട്ടികൾ നേരിടുന്ന പലതരത്തിലുള്ള നെഗ്ലക്ട് ഇഷ്യൂസ് അല്ലെ. മേ ബി കെയർ ഗീവേഴ്സ്, കുട്ടികളെ നോക്കുന്നത് പാരന്റ്സ് ആയിരിക്കില്ല, കെയർ ടേക്കേഴ്സ് ആയിരിക്കും. ഇനി സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ഈ കെയർ ടേക്കേഴ്സിന്റെ ഭാഗത്തിൽ നിന്നും കുട്ടികൾ നേരിടുന്ന പല ഇഷ്യൂസ്, ഫിസിക്കലി അവരെ ഹാം ചെയ്യുക, സെക്ഷലി ഹരാസ് ചെയ്യുക, അവരുടെ ഇമോഷണൽ എന്താ പറയുക ഇമോഷണലി ഉള്ള അവരുടെ ആ ഒരു ബാലൻസ് ഇല്ലാതാക്കുക, സൈക്കോളജിക്കലായിട്ട് ഈ കുട്ടിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുക, ഇതെല്ലാം മാൽ ട്രീറ്റ്മെന്റിൽ വരുന്ന വയലൻസ് ആണ്. നെക്സ്റ്റ് ഇസ് ബുള്ളിയിങ്. നമുക്കറിയാം സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് തരത്തിലുള്ള ബുള്ളിയിങ് നേരിടുന്നുണ്ട് അല്ലെ. ഇപ്പൊ മേ ബി ഒരു കുട്ടിക്ക് അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനിൽ നിന്നും എന്തെങ്കിലും ഒരു അഗ്രസീവ് ബിഹേവിയർ നേരിടേണ്ടി വരാം അല്ലെ. മേ ബി ചിലപ്പോൾ അതൊരു റൊമാൻറ്റിക്, നമ്മളൊരു ഏതെങ്കിലും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ആ ഒപ്പോസിങ് പാർട്ട്ണറിൽ നിന്നും ആ കുട്ടി എന്തെങ്കിലും തരത്തിലുള്ള ബുള്ളിയിങ് നേരിടേണ്ടി വരാം. സോ ഇതെല്ലാമാണ് ബുള്ളിയിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് അല്ലെ. നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് തന്നെ എന്താ പറയാ വളരെ ബുദ്ധിമുട്ട് തരുന്ന രീതിയിലുള്ള വയലൻസ് നേരിടേണ്ടി വരും. അത് ഫിസിക്കൽ ആയിക്കോട്ടെ, സെക്ഷലി, ഇമോഷണലി നമ്മളെ എന്താ പറയാ തളർത്തുന്ന തരത്തിലുള്ള ഒരുപാട് വയലൻസ് സ്വന്തം ഇന്റിമേറ്റ് പാർട്ട്ണറിൽ നിന്നോ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന എക്സ് പാർട്ട്ണറിൽ നിന്നോ നേരിടേണ്ടി വരുന്ന വയലൻസിനെയാണ് ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് എന്ന് പറയുന്നത്. സോ തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ട് അവിടെ നേരിടുന്ന കുറച്ച് വയലൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് സെക്ഷൽ വയലൻസ്. സെക്ഷൽ വയലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൺലൈൻ എക്സ്പ്ലോയിറ്റേഷൻ ഒരുപാട് നടക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ടീനേജേഴ്സ് അല്ലെങ്കിൽ ആ ഒരു അണ്ടർ 18 ഇയേഴ്സിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ സെക്ഷലി അബ്യൂസ് ആയി പെടുന്നത്. സോ സെക്ഷൽ കോണ്ടാക്ട് അറ്റംപ്റ്റ് നടക്കുക ഓൺലൈൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഹരാസ്മെന്റ്, ഓൺലൈൻ എക്സ്പ്ലോയിറ്റേഷൻ, ഇതെല്ലാം സെക്ഷൽ വയലൻസിൽ കാറ്റഗറൈസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ വയലൻസ്. നമ്മുടെ ഇമോഷണൽ ബാലൻസ് തകർക്കുന്ന തരത്തിൽ അല്ലെ, അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമ്മളെ എല്ലാ തരത്തിലും എന്താ പറയാ തളർത്തുന്ന ഒരു തരത്തില് നേരിടുന്ന വയലൻസ് ആണ് ഈ ഇമോഷണൽ വയലൻസിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻവോൾവ്സ് റെസ്ട്രിക്റ്റിംഗ് എ ചൈൽഡ്സ് മൂവ്മെന്റ്. ഒരു കുട്ടീനെ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്നും തിരിയാൻ സമ്മതിക്കാതെ വളർത്തുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇമോഷണൽ വയലൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെ, നീ എന്തിനാ അത് ചെയ്തത്, നീ കാരണമാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള തരത്തിൽ കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിനെ എന്തായാലും എഫക്ട് ചെയ്യും. ത്രട്ടൻ ചെയ്യുക അല്ലെ, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, റിജക്ട് ചെയ്യുക, പല കാര്യത്തിൽ നിന്നും കുട്ടികളെ ഒഴിവാക്കുക, ഇതെല്ലാം കുട്ടികൾ നേരിടുന്ന ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വയലൻസിൽ പെടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇസ് ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിത്തിൻ ദ ഫാമിലി, നമ്മൾ ജീവിക്കുന്ന ഫാമിലി സെറ്റപ്പിൽ നിന്നും അല്ലെങ്കിൽ നൈബറിംഗ് സെറ്റപ്പിൽ നിന്ന് തന്നെ കുട്ടികൾ പലതരത്തിലുള്ള വയലൻസുകൾ നേരിടുന്നുണ്ട് അല്ലെ. പ്രധാനമായിട്ടും അതിന് കാരണം എന്ന് പറയുന്നത് യൂസേജ് ഓഫ് സബ്സ്റ്റൻസ് ലൈക്ക് ആൽക്കഹോൾ ഓർ ഡ്രഗ് മേ ലീഡ് ടു ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അഗ്രഷൻ ടുവാർഡ്സ് ദോസ് ദേ ആർ ക്ലോസസ്റ്റ് ടു ഇൻക്ലൂഡിങ് ചിൽഡ്രൻ. നമ്മളെ വീട്ടിലുള്ള അച്ഛനോ അല്ലെങ്കിൽ ബ്രദേഴ്സോ
അല്ലെങ്കിൽ നമ്മളെ നൈബറിൽ ജീവിക്കുന്ന ആരെങ്കിലോ ഡ്രഗ് യൂസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഡ്രഗ് യൂസേജ് കാരണം ആ കുട്ടികളെ എന്താണ് ഏറ്റവും അടുത്തുള്ള കുട്ടികളെയാണ് അവരെ ഏറ്റവും കൂടുതൽ ഹാം ചെയ്യുക ആദ്യം അല്ലെ. അപ്പൊ അത് ഒരു ഫിസിക്കൽ അഗ്രഷൻ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അഗ്രഷനിലോട്ടൊക്കെ ലീഡ് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ കുട്ടികൾ ഡൊമസ്റ്റിക് വയലൻസ് നേരിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇതൊക്കെയാണ് തമിഴ്നാട് സ്പെസിഫിക്കലി നമുക്ക് പറയാനുള്ള കുറച്ച് ചൈൽഡ് അബ്യൂസ്. നെക്സ്റ്റ് ചൈൽഡ് അബ്യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ട്രസ്റ്റ്. എന്താണ് അല്ലെ നമ്മൾ വിശ്വാസവഞ്ചന എന്നൊക്കെ പറയും. ചൈൽഡ് അബ്യൂസ് ആൻഡ് ഈ ഒരു ട്രസ്റ്റ് അബ്യൂസ് എന്ന് പറയുന്ന കേസ് എന്താന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ചൈൽഡ് അബ്യൂസ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ചൈൽഡ് അബ്യൂസ് ഇസ് വെൻ എനി വൺ അണ്ടർ ദ ഏജ് ഓഫ് 18 ഈസ് ഐദർ ബീങ് ഹാംഡ് ഓർ നോർ പ്രോപ്പർലി ലുക്ഡ് ആഫ്റ്റർ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്താ പറയാ എന്തെങ്കിലും തരത്തിൽ ഹാം ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്യാത്ത സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ചൈൽഡ് അബ്യൂസ് എന്ന് പറയാം. ദർ ആർ 4 കാറ്റഗറീസ് ഓഫ് ചൈൽഡ് അബ്യൂസ്. 4 കാര്യങ്ങളാണ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേന്നുള്ളൂ. ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ വരിക, നമ്മൾ ഫിസിക്കലി ഒരാളെ ഹേർട്ട് ചെയ്യുക അല്ലെ, പർപ്പസ്ഫുള്ളി നമ്മൾ എന്താണ് ഹേർട്ട് ചെയ്യാണ്. അതായത് സ്ലാപ്പ് ചെയ്യുക, അടിക്കുക, അവരെ ഹിറ്റ് ചെയ്യുക, എടുത്തെറിയുക, പുഷ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ അബ്യൂസിൽ വരുന്നത്, ഫിസിക്കലി ഹാം ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ഇമോഷണൽ അബ്യൂസ്. ഇമോഷണൽ അബ്യൂസ് പലതരത്തിൽ നടക്കാം. ഒരു കുട്ടി എന്താ പറയാ മേ ബി അവരുടെ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂൾ സെറ്റപ്പിൽ നിന്നോ എല്ലാം ആയിരിക്കും ഇമോഷണൽ അബ്യൂസ് വരിക. പ്രധാനമായിട്ടും ആ ഒരു കുട്ടീനെ കൺസിഡർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യുക, ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ കുട്ടികൾ ഇമോഷണൽ അബ്യൂസ് നേരിടാറുണ്ട്. നെക്സ്റ്റ് സെക്ഷൽ അബ്യൂസ്. സെക്ഷൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, കുട്ടികളെ എന്താണ് അവരുടെ താല്പര്യം ഇല്ലാതെ ഫോഴ്സ് ചെയ്തുകൊണ്ട് സെക്ഷൽ ആക്ടിവിറ്റിയിലോട്ട് നയിക്കുന്നതിനെയാണ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. This kind of abuse does not always involve a high level of violence and the child may or may not be aware of what is happening. ഈ ഒരു സെക്ഷൽ അബ്യൂസിന്റെ കേസിൽ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല ചിലപ്പോ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു സെക്ഷൽ അബ്യൂസിലോട്ട് പോകുന്ന കാര്യമാണ്, ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊന്നും ചിലപ്പോ ആ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല അല്ലെ. നെക്സ്റ്റ് ഇസ് നെഗ്ലക്റ്റ്. നെഗ്ലക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് പ്ലേസ് വെൻ എ ചൈൽഡ് ഓർ യങ് പേഴ്സൺസ് ബേസിക് one second. Okay, next is we coming to neglect എന്ന് പറയുന്ന സെക്ഷൻ ആണ്. It takes place when a child or young person's basic needs, ബേസിക് നീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫുഡ്, വാട്ടർ, പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഹാം ഫ്രം എനി ഡേഞ്ചർ അല്ലെ, ഇറ്റ് ഈസ് നോട്ട് ബീങ് മെറ്റ് ബൈ പാരന്റ്സ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, നെഗ്ലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. തന്റെ എന്താ പറയാ സ്വന്തം പാരന്റ്സിൽ നിന്ന് പോലും ബേസിക് ആയിട്ട് ആ കുട്ടിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാതിരിക്കുക അല്ലെ. അത് ഫുഡ് ആയിക്കോട്ടെ, ഷെൽട്ടർ ആയിക്കോട്ടെ, ഇനി പല ഡേഞ്ചറിൽ നിന്നോ അല്ലെങ്കിൽ ഹാമിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരാണ്? പാരന്റ്സ് ആണ്. സോ അത് ലഭിക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗ്ലക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് വയലൻസ്.
ഓക്കെ, നെക്സ്റ്റ് ഇസ് അബ്യൂസ് ഓഫ് ട്രസ്റ്റ് ഓർ ഡോമിനന്റ് പൊസിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ, അബ്യൂസ് ഓഫ് ട്രസ്റ്റ്, വിശ്വാസവഞ്ചന എന്ന് പറയും. അബ്യൂസ് ഹാപ്പൻസ് ഇൻ ഓൾ കൺട്രീസ് ആൻഡ് ഇൻ എനി സെറ്റിംഗ്സ്. ഏതൊരു സെറ്റിംഗ്സിൽ വെച്ചും അല്ലെങ്കിൽ ഏതൊരു കൺട്രിയിലും അബ്യൂസുകൾ നടക്കുന്നുണ്ട് അല്ലെ. അത് കുട്ടിയുടെ വീട്ടിൽ നിന്ന് വെച്ചിട്ട് തന്നെ ആവാം, കമ്മ്യൂണിറ്റിയിൽ നിന്നാവാം, സ്കൂളിൽ നിന്നാവാം, അല്ലെങ്കിൽ ഓൺലൈൻ അബ്യൂസുകൾ ആയിരിക്കാം. സോ പലതരത്തിലുള്ള അബ്യൂസുകളിലൂടെയാണ് ഒരു കുട്ടി എപ്പോഴും കടന്നു പോകുന്നത്. ഇൻ ഇന്ത്യ, disciplining the child through physical punishment is socially accepted and common. നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു പാരന്റ് കുട്ടീനെ ചെയ്യുന്ന കാര്യമാണ് ഫിസിക്കൽ പണിഷ്മെന്റ് അല്ലെ. എന്തെങ്കിലും ഒരു കുട്ടി ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുകയാണെങ്കിൽ ഫിസിക്കലി എന്താണ്, ഒരു അടി കൊടുക്കുക അല്ലെങ്കിൽ ഒരു നുള്ളു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇന്ത്യയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ്. അബ്യൂസ് ടേക്സ് പ്ലേസ് അറ്റ് ഹാൻഡ്സ് ഓഫ് പീപ്പിൾ ദേ ട്രസ്റ്റ്, their parents, teachers, peers or neighbors. ഇനി ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കുട്ടികൾ നേരിടുന്ന അബ്യൂസുകൾ അത് അവർ ഏറ്റവും കൂടുതൽ നേരിടുന്നത് സ്വന്തം പാരന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ടീച്ചേഴ്സിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നൈബേഴ്സിൽ നിന്നെല്ലാം ആണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അല്ലെ, നമ്മളെ പാരന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ നൈബേഴ്സോ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിൽ നിന്നും പല അബ്യൂസ് നേരിടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. Next, it may also include in situations like late night taxi driver and passenger alone. ഒരു പാസഞ്ചർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ്, പ്രത്യേകിച്ചും രാത്രി കാലഘട്ടങ്ങളിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അബ്യൂസുകളും നേരിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ. അത്രയും കാര്യങ്ങളാണ് എനിക്ക് ആ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു എ ടോപ്പിക് കോൾഡ് ഡിസ്ക്രിമിനേഷൻ. എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഡിസ്ക്രിമിനേഷൻ is the process of making unfair or prejudicial distinction between two people based on group, class or other categories which they belong to. രണ്ടാളുകളെ തമ്മിൽ അല്ലെ, അവര് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അവരുടെ ക്ലാസ് ഏതാണോ, അവരുടെ ജെൻഡർ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ്, അവരുടെ കാറ്റഗറി, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് റിലീജിയൻ ബേസ്ഡ് ആയിട്ട് രണ്ട് പേരെ തമ്മിൽ എന്താണ് നമ്മളൊരു അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് അല്ലെ. ഇതിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ആണ്. രണ്ട് വ്യക്തികൾ തമ്മിലായിരിക്കും എപ്പോഴും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. UN stands on discrimination include the statement, discriminatory behaviors take many forms but they all involve some form of exclusion or rejection. പലതരത്തിൽ ഡിസ്ക്രിമിനേഷൻ നടക്കാം അല്ലെ. അപ്പൊ ഇതിൽ ഏത് തരത്തിൽ ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും അത് ഇറ്റ് വിൽ ബി എ കൈൻഡ് ഓഫ് എക്സ്ക്ലൂഷൻ. നമ്മൾ ഒരാളെ എക്സ്ക്ലൂഡ് ചെയ്ത് പുറത്ത് നിർത്തുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക, ഈ ഒരു സ്വഭാവമായിരിക്കും എന്ത് ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും ഉണ്ടാവുക. അതിപ്പോ റേസ് ബേസ്ഡ് ആയിക്കോട്ടെ, കളർ ബേസ്ഡ് ആണെങ്കിലും, റിലീജിയൻ ബേസ്ഡ് ആണെങ്കിലും, കാസ്റ്റ് ബേസ്ഡ് ആണെങ്കിലും ഒക്കെ എന്ത് ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും ഒരു എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ റിജക്ഷൻ ബിഹേവിയർ ആണ് എപ്പോഴും ഡിസ്ക്രിമിനേഷനിൽ നമ്മൾ കാണുന്നത്. What drives discrimination? People want to belong to a group and fear or blame others who are different. ആളുകൾക്ക് എപ്പോഴും എന്താണ് സേഫ് ആയിട്ടുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിൽക്കാനാണ് എപ്പോഴും അവരുടെ താല്പര്യം അല്ലെ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെന്റ് ആണ് എന്നുള്ളൊരു ചിന്ത സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കാറ്റഗറൈസ് ചെയ്യാൻ ആളുകൾക്ക് പേടിയാണ് അല്ലെങ്കിൽ ഭയമാണ്, നമ്മളെ ബ്ലെയിം ചെയ്യും എന്നുള്ളത്. ദിസ് ലീഡ്സ് ടു ഹേട്രഡ്, ഡിവിഷൻ ആൻഡ് അൺഫെയർ ട്രീറ്റ്മെന്റ്. കാരണം ഇങ്ങനെ നമ്മളൊരു സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ പലതരത്തിലുള്ള അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ഡിവിഷൻ അല്ലെ, നമ്മളെ വേർതിരിച്ച് കാണുന്ന പല ഇഷ്യൂസും വരും. ഇതാണ് ഡിസ്ക്രിമിനേഷൻ. ഇനി സം കീ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ പറഞ്ഞു, പല തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. റേസിസം ബേസ് ചെയ്തിട്ട് അല്ലെ, നമ്മുടെ സ്കിൻ കളറിനെ ബേസ് ചെയ്തുകൊണ്ട് ആളുകൾ നമ്മളെ വളരെ ബാഡ്ലി ട്രീറ്റ് ചെയ്യും. വെളുത്തിട്ടാണ്, കറുത്തിട്ടാണ് എന്നുള്ള തരത്തിൽ ഇതെല്ലാം ഒരു വയലൻസിലോട്ട് ലീഡ് ചെയ്യും. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് ഇസ് റിലീജിയൻ ആൻഡ് കാസ്റ്റ് അല്ലെ. നമ്മൾ ഏത് റിലീജിയനിലാണോ ഉള്ളത്, നമ്മൾ ദളിതാണോ അല്ലെങ്കിൽ നമ്മൾ ആദിവാസിയാണോ, നമ്മൾ ലോവർ കാസ്റ്റ്, അപ്പർ കാസ്റ്റ്. അപ്പൊ മുസ്ലിംസിന്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള എന്താ പറയാ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ട്, ഹിന്ദുസിന്റെ ഇടയിലും ഉണ്ട്. സോ ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിലീജിയൻ ബേസ്ഡ് ആയിട്ട് ആളുകളെ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെ. വിമൻ മെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ.
എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നതും ഹറാസ്മെന്റ് നേരിടുന്നതും വിമൻസ് അല്ലെങ്കിൽ ഗേൾസ് തന്നെയാണ്, വെൽ കമ്പയർ ടു ദാറ്റ് ഓഫ് മെൻ. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്താണ്, ഫ്രീലി ഡ്രസ് ചെയ്യാൻ കഴിയാതിരിക്കുക, അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക. ഇനി ഈവൻ നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും വിത്തൗട്ട് ഹസ്ബൻഡ് സിഗ്നേച്ചർ അവർക്കൊരു ലോൺ ലഭിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസിനെയൊക്കെയാണ് നമ്മൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ജെൻഡർ ഓറിയന്റേഷൻ. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, ഗേ ഉണ്ട്. ഇതിനെയൊക്കെയാണ് ജെൻഡർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള അൺഫെയർ ട്രീറ്റ്മെന്റ് ഇത്തരം ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ നേരിടുന്നതാണ്. അവരുടെ ജോബ് ഇഷ്യൂസിലായിക്കോട്ടെ, ഇപ്പൊ ഒരു ജോബ് സെർച്ച് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രോബ്ലംസ് അവരെ നെഗ്ലക്ട് ചെയ്യുന്ന കേസ്, റിജക്ട് ചെയ്യുന്ന കേസ്, ഇൻ കേസ് ഒരു ഹൗസിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് ആരും കൊടുക്കാത്ത കേസ്, ഹെൽത്ത് കെയറിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം കാറ്റഗറി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതെല്ലാം ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് ഏജ് ഡിസ്ക്രിമിനേഷൻ അല്ലെ, വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. ഏറ്റവും പ്രായമായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ വളരെ കുഞ്ഞായിട്ടുള്ള ആളുകളും എപ്പോഴും അൺഫെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക അല്ലെ. കാരണം അവർക്കൊരു ഒരു വോയിസ് ഇല്ലാത്ത തരത്തിലാണ് എപ്പോഴും ഇവരെ ജഡ്ജ് ചെയ്യാറുള്ളത്. ഈ ഒരു ഏജ് കാറ്റഗറി ഒന്നെങ്കിൽ വളരെ ഓൾഡർ ആയിരിക്കും അല്ലെങ്കിൽ വളരെ കുഞ്ഞായിരിക്കുന്ന ആളുകളെ. നെക്സ്റ്റ് ഇസ് ഡിസെബിലിറ്റി അല്ലെ. എന്തെങ്കിലും ഒരു ഡിസെബിലിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകള്, എഡ്യൂക്കേഷന് എന്താ പറയാ കിട്ടാൻ അവര് ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സർവീസ്, പല തരത്തിലുള്ള സർവീസസ് അവർക്ക് ലഭിക്കുന്നില്ല. സോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരും വളരെ അൺഫെയർ ആയിട്ട് പലതരത്തിലും ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ. നെക്സ്റ്റ് ഇസ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് നോൺ നാഷണൽസ്, പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ഒക്കെ നമുക്കറിയാം അല്ലെ. നമ്മുടെ നാട്ടിൽ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ അവരെ ഒരു അൺഫെയർ ആയിട്ടുള്ള അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അവർക്ക് പല കാര്യങ്ങളും എന്താ പറയാ ലഭിക്കേണ്ടത് കിട്ടാതിരിക്കുക, ഇതൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് നോൺ നാഷണൽസ്. അപ്പൊ ഇത്തരം ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഡിസ്ക്രിമിനേഷൻ പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഈ കാറ്റഗറി ഒക്കെയാണ് ഡിസ്ക്രിമിനേഷൻ വരാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡ്രഗ് ഡിപ്പെൻഡൻസി എമംഗ് ചിൽഡ്രൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ ഇത്, ഡ്രഗ് ഡിപ്പെൻഡൻസി എമംഗ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഇറ്റ് മീൻസ്, ഡ്രഗ് ഡിപ്പെൻഡൻസ് ഇസ് വെൻ സംവൺ ബിക്കംസ് അഡിക്റ്റഡ് ടു ഡ്രഗ്സ് ആൻഡ് കോൺട്ട് സ്റ്റോപ്പ് യൂസിങ് ദം അല്ലെ. ഒരു വ്യക്തി ഡ്രഗ്സിനോട്ട് അഡിക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു യൂസേജ് കാരണം ആ കുട്ടിക്ക് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡ്രഗ് ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നത്. സോ വൈ ഇറ്റ് ഹാപ്പൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഡ്രഗിലോട്ട് കുട്ടികളെ നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് മേ ബി ചില കുട്ടികൾ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ണായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസിൽ നിന്നും തൽക്കാല ആശ്വാസത്തിന് ഒരു എസ്കേപ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കുട്ടികൾ പലരും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് അത് അവർക്ക് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് എത്തുകയാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ഹൗ ഇറ്റ് അഫക്ട്സ് ചിൽഡ്രൻ. Many children starts using drugs at a young age. They may use alcohol, tobacco and illegal drugs. ഇത് കുട്ടികളെ എഫക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ടത് വളരെ യങ് ഏജിൽ ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പലതരത്തിലാവാം. ഡ്രഗ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ യൂസേജോ ടൊബാക്കോ യൂസേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ലീഗൽ ഡ്രഗ്സിന്റെ ഏർലി സ്റ്റേജിലുള്ള അല്ലെങ്കിൽ യങ് ഏജിലുള്ള യൂസേജ് പിന്നീട് കുട്ടികളെ ഭാവിയിൽ എഫക്ട് ചെയ്യും. നെക്സ്റ്റ്, വൈ ചിൽഡ്രൻ സ്റ്റാർട്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരം ഡ്രഗ് ഡിപ്പെൻഡന്റ് ആവുന്നത് എന്ന് നമുക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഫാമിലി പ്രോബ്ലംസ്. നമുക്കറിയാം മേ ബി പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്ന കുട്ടികള് അതിൽ നിന്നും എല്ലാം ഒരു എന്താ പറയാ ഒരു എസ്കേപ്പ് എന്നുള്ള രീതിയിൽ മേ ബി ഇത് സ്റ്റാർട്ട് ചെയ്യാം. പിയർ പ്രഷർ അല്ലെ, ഫ്രണ്ട്സിൽ നിന്നുള്ള ഒരു പ്രഷർ, നീ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, ഒറ്റ തവണ മതി എന്നുള്ള ഫ്രണ്ട്സിന്റെ ആ ഒരു പ്രഷർ കാരണം മേ ബി നമ്മൾ ഇതിൽ വീഴുന്നതായിരിക്കാം. പോവർട്ടി, ഇമോഷണൽ ആയിട്ടുള്ള പലതരം സ്ട്രെസ് അല്ലെ, ഇതെല്ലാം കാരണമാണ് കുട്ടികൾ ഇത്തരം ഒരു സാഹചര്യത്തിലോട്ടൊക്കെ വരുന്നത്. ഇൻ ഇന്ത്യ മെനി ചിൽഡ്രൻ ആർ അഡിക്റ്റഡ് ടു ഹാർംഫുൾ സബ്സ്റ്റൻസസ്. മോസ്റ്റ് ആർ ബോയ്സ് ഏജ്ഡ് 10 to 17, എസ്പെഷ്യലി ഫ്രം പുവർ ഏരിയാസ്. ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പാവപ്പെട്ട ഏരിയാസിൽ അതും പ്രധാനമായിട്ടും ആൺകുട്ടികൾ, 10 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികളാണ് ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഹാർംഫുൾ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്,
ഇതിന്റെയൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്? ഡ്രഗ് യൂസേജ് എന്തായാലും അവർക്ക് അത്ര നല്ല കാര്യം ആയിരിക്കില്ല എന്ന് നമുക്കറിയാം അല്ലെ. സോ വാട്ട് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. Drug addiction starts due to a mix of personal and social reason. മേ ബി സോഷ്യൽ റീസൺ ആവാം, അല്ലെങ്കിൽ പേഴ്സണൽ റീസൺസ് ഒക്കെ ആയിരിക്കാം ഡ്രഗ് അഡിക്ഷനിലോട്ട് എത്തുന്നത്. കിഡ്സ് ഓഫൺ സ്റ്റാർട്ട് യൂസിങ് ടൊബാക്കോ, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഏർലി ഇൻ ലൈഫ്. നമ്മൾ കോമൺ റീസൺസ് പറയാം. നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ്. ടീനേജ് പ്രായങ്ങളിലാണ് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ലൈക്ക് പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്. പിന്നെ മെയിൻലി പാവപ്പെട്ട സ്ലം ഏരിയയിൽ താമസിക്കുന്ന കുട്ടികൾ, സ്ട്രീറ്റ്സിൽ താമസിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അത്തരം ഷെൽട്ടർ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു റിസ്ക് ഏരിയയിൽ കൂടുതലായിട്ട് താമസിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇത്തരം ഡ്രഗ് യൂസേജിലോട്ട് പെട്ടെന്ന് എത്താൻ ചാൻസ് കൂടുതൽ. പിയർ പ്രഷർ ഓൾസോ പ്ലേസ് എ വെരി ബിഗ് റോൾ ഇൻ ഗെറ്റിംഗ് കിഡ്സ് ഇൻ ടു ഡ്രഗ് യൂസേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. Girls are often influenced by family values and religion, but this depends on how strongly these are followed. ആൺകുട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗേൾസ് എന്ന് പറയുമ്പോൾ അധികവും അവര് കുറച്ച് ഫാമിലി വാല്യൂസും കുറച്ച് റിലീജിയസ് വാല്യൂസ് ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതിലൊക്കെ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും വെൽ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ബോയ്സ്. അതുകൊണ്ട് തന്നെ ഗേൾസിൽ ഇതിൽ സാധ്യത കുറവാണ് വെൽ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ബോയ്സ്. പക്ഷെ ഇതും എത്രത്തോളം സ്ട്രോങ്ലി ഇവര് ഫാമിലിനോട് എഫക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇവരുടെ റിലീജിയസ് വാല്യൂസ് എത്ര സ്ട്രോങ്ലി ബിലീവ് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ ഗേൾസിന്റെ കാര്യങ്ങളും ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് what are the effects of alcohol and other drugs on children? നമുക്കറിയാം ഇത്തരം യൂസേജ് കുട്ടികളെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും ഇത് ചൈൽഡ്സിന്റെ ഡെവലപ്മെന്റിനെ വളരെ ബാഡ്ലി തന്നെയായിരിക്കും അല്ലെ ഇത് എഫക്ട് ചെയ്യുക. സ്റ്റഡീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഡ്രഗ് യൂസേജും ആൽക്കഹോൾ യൂസേജും കുട്ടികളുടെ ഡെവലപ്മെന്റിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രത്യേകിച്ചും children with mental health issues like ADHD or conduct disorders are at higher risk. ADHD പോലെയുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുട്ടികളിൽ ഇത്തരം ഡ്രഗ് യൂസേജ് കൂടി വരികയാണെങ്കിൽ അത് വളരെ ഹൈ റിസ്ക് ആണ് കേട്ടോ. Next, drug use may start with mild problems but can lead to serious behavioral issues. ആദ്യം ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ എന്താ പറയാ പുറമേ കാണത്തക്ക തരത്തിൽ അങ്ങനെ പ്രശ്നംസ് ഒന്നും ആദ്യം നമുക്ക് കാണൂല. പിന്നീടായിരിക്കും ഇതിന്റെ ബിഹേവിയർ, സീരിയസ് ആയിട്ടുള്ള ബിഹേവിയറൽ ഇഷ്യൂസിലോട്ട് നമ്മൾ എത്തുന്നത്. കിഡ്സ് വിത്ത് ഡിഫിക്കൽട്ട് ബിഹേവിയർ മേ ഫോം വീക്ക് ബോണ്ട്സ് വിത്ത് പാരന്റ്സ് ഓർ കെയർ ഗീവേഴ്സ്. അപ്പൊ ഇത്തരം പിന്നീട് ഇവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ ഒക്കെ ആയിരിക്കും കുട്ടികൾ കാണിച്ചു തുടങ്ങുക. അപ്പോ അങ്ങനെ ഇരിക്കെ പിന്നീട് പാരന്റ്സിനോട് ഒരു വിഡ്രോവൽ, ഒരു വീക്ക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും കുട്ടികൾക്ക് സാധിക്കില്ല. അതിനൊക്കെ ഇവർ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. ADHD in children can increase the risk of drug use later. ഈ ADHD പോലെയുള്ള ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിലും ഇവർക്ക് വളരെ റിസ്ക് കൂടുതലാണ് കേട്ടോ. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എഫക്ട്സ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് on children lead to many adverse health and safety risk for children and community. ഇനി നമ്മൾ ഡയറക്ട്ലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ ആൽക്കഹോൾ യൂസേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രഗ് യൂസേജ് ഉണ്ടായിരിക്കും അല്ലെ. ഇതെല്ലാം സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികളിൽ എന്തായാലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ആർ ദ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെ? നമ്മളെ കുട്ടികളെ ഇതിൽ നിന്നും എല്ലാം ഇതിലേക്ക് ചാടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് എ സ്ട്രോങ് ബോണ്ട് വിത്ത് പാരന്റ്സ് അല്ലെ. പാരന്റ്സുമായിട്ട് നല്ലൊരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അല്ലെ. വീട്ടിൽ തന്നെ നല്ലൊരു ഗുഡ് റൂൾ ആൻഡ് ഡിസിപ്ലിൻ കുട്ടികളെ പഠിപ്പിക്കണം. ഓപ്പൺ ആയിട്ട് വൈകിട്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ ഹൗ വാസ് യുവർ സ്കൂൾ, ഇന്നത്തെ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓപ്പൺ ആയിട്ട് കുട്ടികളുമായിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവർ കമ്മ്യൂണിക്കേഷൻ വെക്കാൻ സാധിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്ട്രോങ് കണക്ഷൻ പാരന്റ്സുമായിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ഇത്തരം ഒരു വയലേഷൻസ് ഒക്കെ കുട്ടികളിൽ നേരിടാതിരിക്കാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ സിനാരിയോ
Drug use by children is a big problem in India. Children start using drugs at a young age. ഇന്ത്യയിൽ ഡ്രഗ് യൂസേജ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നമ്മളിപ്പോ നേരിടുന്ന ഒരു ഇഷ്യൂ ആണ്. വളരെ യങ് ഏജ് തൊട്ടേ കുട്ടികൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയാ വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. റീസൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ലാക്ക് ഓഫ് അവയർനെസ് ആവാം, കുട്ടികൾക്ക് അറിയുന്നില്ല അവർ പലരും ഇതിന്റെ ഫ്യൂച്ചർ എഫക്റ്റ് എന്തൊക്കെയാണ്, ഇത് അവരെ എത്രത്തോളം ബാഡ് ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്നും കുട്ടികൾ ചിന്തിക്കുന്നില്ല. അവർ ആ ഒരു സ്ട്രെസ്സിന്റെ അല്ലെങ്കിൽ അപ്പോൾ ഉള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിന്റെ ബേസിസിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഇത്തരം കാര്യത്തിലോട്ടൊക്കെ ചാടുന്നത്. പിന്നെ ഈസി ആക്സസ് ടു ഡ്രഗ്സ്, നമുക്കറിയാം ഡ്രഗ്സ് ഇപ്പൊ വളരെ ഈസിലി അവൈലബിൾ ആണ് അല്ലെ. അപ്പോൾ ഇത്തരം ഈസ് അവൈലബിലിറ്റി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ലഭ്യത, ഇതെല്ലാം കുട്ടികളെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മുടെ കുട്ടികൾ ഇതിൽ ചാടാനുള്ള ചാൻസ് കൂടുതൽ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓൺലൈൻ അബ്യൂസ്. നമുക്ക് എല്ലാവർക്കും വളരെ എന്താ പറയുക ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ, ഓൺലൈൻ അബ്യൂസ് എന്ന് പറയുന്നത്. സോ ഓൺലൈൻ അബ്യൂസ് ഇസ് വെൻ ചിൽഡ്രൻ ആർ ഹാംഡ് യൂസിങ് ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് യൂസ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഓൺലൈൻ അബ്യൂസ് കുട്ടികൾ നേരിടുന്നത്. ഇതിൽ തന്നെ സൈബർ ബുള്ളിയിങ് വരാം, ത്രെട്ടനിങ് വരാം അല്ലെ, ഷെയറിംഗ് പ്രൈവറ്റ് ഫോട്ടോസ്. ചിൽഡ്രൻ മേ ട്രസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് ഓൺലൈൻ ആൻഡ് ഗെറ്റ് ട്രിക്ഡ്. കുട്ടികൾ എന്താണ് അവര് സ്ട്രേഞ്ചേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാണ് അല്ലെ. നമ്മൾ ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിനെ കുട്ടി ഓൺലൈനായിട്ട് ട്രസ്റ്റ് ചെയ്യാണ് അല്ലെ. സ്വന്തം ഒരാളെ പോലെ അവർ ട്രസ്റ്റ് ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യുന്നു. ഈവൻ അവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് വരെ അവർ ഷെയർ ചെയ്യാൻ റെഡിയാണ്. ഇത് ഇവരെ ട്രിക്ക് ചെയ്യപ്പെടുകയാണ് എന്നുള്ളത് ആക്ച്വലി നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ഓൺലൈൻ അബ്യൂസ് ക്യാൻ ലീഡ് ടു സീരിയസ് ഹാം, ഈവൻ ഫേസ് ടു ഫേസ് ഡേഞ്ചർ. അപ്പൊ ഇതില് ഓൺലൈൻ അബ്യൂസിൽ പ്രധാനമായിട്ടും വരുന്ന ഒന്നാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് അല്ലെ. വെൻ എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹേർട്ട്, ഹ്യൂമിലിയേറ്റ് എ ചൈൽഡ് ഓവർ ഡിജിറ്റൽ ഡിവൈസ് ലൈക്ക് ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എക്സെട്ര. എന്താണ്, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികളോ എന്താണ് ഹേർട്ട് ചെയ്യാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രധാനമായിട്ടും സൈബർ ബുള്ളിയിങ് നടക്കുന്നത്? ഫോൺ യൂസേജോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഒക്കെയാണ് കേട്ടോ സൈബർ ബുള്ളിയിങ് നടക്കുന്നത്. ഇറ്റ് ക്യാൻ occur ത്രൂ ടെക്സ്റ്റ് മെസ്സേജ്, ആപ്പ്, സോഷ്യൽ മീഡിയ, എല്ലാ തരത്തിലും സൈബർ ബുള്ളിയിങ് നടക്കും. ഈവൻ മേ ബി അതൊരു ടെക്സ്റ്റ് മെസ്സേജിന്റെ ഫോമിലായിരിക്കും, ആപ്പുകളിലൂടെ ആയിരിക്കും അല്ലെ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇത്തരം ആപ്പ് വഴി, സോഷ്യൽ മീഡിയാസ് വഴിയും ഒക്കെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരം സൈബർ ബുള്ളിയിങ്ങിൽ നമ്മുടെ കുട്ടികൾ ഏർപ്പെടുന്നതും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അവരവരുടെ കണ്ടന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതും എല്ലാം ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഓക്കെ, ഇനി sending false content, posting comments, making trolls, taking pictures of a child and spreading them online. ഇതൊക്കെ ഓൺലൈൻ ആണ് കേട്ടോ. നമ്മളൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട കമന്റ് പോസ്റ്റ് ചെയ്യുക, ട്രോള് ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ എന്താ പറയാ അവരുടെ സമ്മതം ഇല്ലാതെ അവരുടെ പിക്ചർ എടുക്കുകയും അത് ഓൺലൈനായിട്ട് സ്പ്രെഡ് ചെയ്യുകയും, ഇതെല്ലാം ഓൺലൈൻ അബ്യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്നതാണ് ഓൺലൈൻ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. It has been an age-old tactic of sexually exploiting children, where an adult becomes friend of a child and build trust to engage in sexual act. നമ്മൾ ഇത് ഓൾറെഡി എന്താ പറയാ പണ്ട് കാലം തൊട്ടേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓൺലൈനായിട്ട് എന്താണ് ഒരു അഡൾട്ട് ആ കുട്ടിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയും സെക്ഷൽ ആക്ട് നേരിടാനായിട്ട് ഈ കുട്ടീനെ എൻഗേജ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു ഓഫ്ലൈൻ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂമർ എന്ന് പറയുന്നത് മേ ബി കുട്ടിയുടെ സ്വന്തം ഫാമിലിയിൽ നിന്നുള്ള ആളാവാം. അങ്ങനെയാവുമ്പോൾ നമുക്കത് വളരെ ഈസി ടു സ്പോട്ട് ആണ് ഓഫ്ലൈൻ ആവുമ്പോൾ. പക്ഷെ ഓൺലൈൻ അത്ര എളുപ്പമല്ല. ഓഫ്ലൈൻ സെറ്റപ്പിൽ ഈ ഒരു ഓൺലൈൻ ഗ്രൂമറെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ ഓൺലൈൻ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് മച്ച് മോർ സ്കെയറിയർ. Okay, online groomer can be a non-adult or a stranger who influence in all sense to facilitate online sexual contact. നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ ഗ്രൂമർ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മേ ബി ഒരു അഡൾട്ട് ആവാം, കംപ്ലീറ്റ്ലി ഈ കുട്ടിക്ക് അറിയുന്ന ആളാവാം, മേ ബി
സ്ട്രേഞ്ചർ ആയിരിക്കാം. ഇയാൾ എന്ത് ചെയ്യാണ്, ഈ കുട്ടിയോട് നല്ലൊരു തരത്തിലുള്ള ബന്ധം ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് സെക്ഷൽ കോണ്ടാക്റ്റിലോട്ട് നയിക്കുകയാണെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദിസ് ക്യാൻ ഹാപ്പൻ മോർ ഓൺ സൈറ്റ് ആൻഡ് ആപ്പ് ഓർ ചിൽഡ്രൻ ആർ മോർ ആക്റ്റീവ്. നമ്മുടെ കുട്ടികൾ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പല സൈറ്റിലും ആപ്പുകളിലുമാണ് ഇത്തരം ഓൺലൈൻ ഗ്രൂമിംഗ് നടക്കുന്നത്. ഡെവലപ്പ് ആൻ ഇമോഷണൽ കണക്ഷൻ വിത്ത് ദ ചൈൽഡ് ബൈ ഗിവിംഗ് ആൻ എൻകറേജ്മെന്റ്, സെൻഡിങ് ഗിഫ്റ്റ് എക്സെട്ര. ഇവര് എല്ലാ തരത്തിലും നമ്മളെ കുട്ടിയായിട്ട് ഇമോഷണൽ കണക്ഷൻ ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക അല്ലെ. ഗിഫ്റ്റ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, എൻകറേജ്മെന്റ്, മോട്ടിവേഷൻ എല്ലാം ഇവര് നല്ല എന്താ പറയാ നല്ല വാരി വലിച്ചു കൊടുക്കും. കാരണം ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് ഞാൻ പറയുന്ന എന്തിനും ആ കുട്ടി വില്ലിങ് ആവുള്ളൂ. സോ ആദ്യം അവര് ചെയ്യുന്നത് ഇത്തരം കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. Okay, that is about online grooming. Next one is online sexual abuse. എല്ലാം ഓൾമോസ്റ്റ് സെയിം കാറ്റഗറി പെട്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഓൺലൈൻ ആയിട്ട് ഒരു സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഒരു കുട്ടീനെ എന്താ പറയാ ഫോഴ്സ് ചെയ്യുക, ഒരു ചൈൽഡിനെ ഫോഴ്സ് ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പലതരത്തിലാവാം. മേ ബി ആദ്യം നല്ലൊരു കണക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ കുട്ടിയിൽ നിന്നും ഈ കുട്ടിന്റെ പ്രൈവറ്റ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് പിന്നീട് എന്ത് പറയാണ്, ഞാൻ എന്റെ കയ്യിൽ നിന്റെ പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂഡ് ഫോട്ടോസ് ഉണ്ട്, ഇത് ഞാൻ സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഞാൻ വൈറലാക്കും എന്നെല്ലാം പറഞ്ഞ് ഈ കുട്ടീനെ ഹറാസ് ചെയ്തിട്ടാണ് ഇത്തരം ഓൺലൈൻ അബ്യൂസിലോട്ട് ഈ കുട്ടീനെ നയിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ്, blackmailing a child to share their personal photos and personal sexual act through live streaming are some of the examples. അപ്പൊ ഇതില് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ആ കുട്ടീന്റെ പേഴ്സണൽ ഫോട്ടോസോ അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ഈ കുട്ടീനെ ഓൺലൈൻ സ്ട്രീമിങ്ങിലൂടെ സെക്ഷൽ ആക്ടിന് ഫോഴ്സ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ ഇതിൽ വരുന്നത്. They threaten the child to do what they want by saying they will release the sexual photos. കുട്ടികളെ ഏത് തരത്തിലാണ് ഇവർ ത്രെട്ടൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നത്? സെക്ഷൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഞാൻ റിലീസ് ചെയ്യും എന്നുള്ള തരത്തിലായിരിക്കും നമ്മുടെ കുട്ടികളെ ഓൺലൈൻ അബ്യൂസിലോട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇനി ഹൗ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ഓൺലൈൻ അബ്യൂസ്. നമ്മളെ കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് ഇത്തരം ഓൺലൈൻ അബ്യൂസുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുക? First one is parents should encourage the children to share everything that happens in their life. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും, നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു പുതിയ ഫ്രണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറും ആയിട്ടുള്ള ന്യൂ കണക്ഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളെ ലൈഫിൽ എന്ത് നടന്നാലും ആ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ തരത്തിലുള്ള ആ ഒരു ബോണ്ട് നമ്മൾ പാരന്റ്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പാരന്റ് കുട്ടികളെ അതിനായിട്ട് എൻകറേജ് ചെയ്യണം. ഓക്കെ, സെറ്റ് ബൗണ്ടറീസ് ഫോർ ഇന്റേണൽ യൂസേജ്. ഇന്റർനെറ്റ് യൂസേജിന് എപ്പോഴും ഒരു ബൗണ്ടറി, അതായത് ഒരു പാരന്റ്സിന്റെ കയ്യിൽ എപ്പോഴും ഒരു ഹാൻഡ് വേണം അല്ലെ. ഒരു ദിവസം എത്ര മണിക്കൂർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പാരന്റ്സ് അതിനൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഓൾറെഡി ഇന്റർനെറ്റ് യൂസേജിന് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കുട്ടികൾ ഇത്തരം ഓൺലൈൻ അബ്യൂസിലൊന്നും ചാടാതിരിക്കാൻ ചാൻസ് കൂടുതലാണ്. ചെക്ക് വെദർ ദ ഗെയിംസ് ദേ പ്ലേ ആർ ഏജ് അപ്രോപ്രിയേറ്റ്. നമ്മുടെ കുട്ടികൾ, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവർ കളിക്കുന്ന പല ഗെയിംസും അവരുടെ പ്രായത്തിന് അനുയോജ്യമായതാണോ എന്നുള്ളത് ആര് ചെക്ക് ചെയ്യണം? പാരന്റ്സ് ചെക്ക് ചെയ്യേണ്ടതാണ് അല്ലെ. ആക്റ്റീവ് പാരന്റൽ കൺട്രോൾസ് ഓൺ മൊബൈൽ ഫോൺ യൂസേജ്. കുട്ടികൾ മൊബൈൽ ഫോണിൽ എന്ത് യൂസ് ചെയ്യുമ്പോഴും ആക്റ്റീവായിട്ട് നമ്മുടെ ഒരു പാരന്റൽ കൺട്രോൾ കൂടെ വേണം അല്ലെ. നമ്മുടെ കുട്ടി എന്ത് കാണുന്നു, നമ്മുടെ കുട്ടി ഏതൊക്കെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു, എന്തൊക്കെ ആപ്പ് യൂസ് ചെയ്യുന്നു, ആരോടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു കൺട്രോള് പാരന്റിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ ഇത്തരം ഓൺലൈൻ അബ്യൂസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. ഓക്കെ, നെക്സ്റ്റ്, സൂയിസൈഡൽ ടെൻഡൻസി എമംഗ് ചിൽഡ്രൻ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് അല്ലെ, നമ്മുടെ കുട്ടികളിലുള്ള ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യയിലോട്ട് നയിക്കുന്ന പല കാര്യങ്ങളും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. നോട്ട് ഓൾ സൂയിസൈഡൽ തോട്ട്സ് ലീഡ് ടു ആക്ഷൻ. എല്ലാ സൂയിസൈഡൽ തോട്ടും മേ ബി അതൊരു മരണത്തിലോട്ട് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലോട്ട് എത്തിക്കൊള്ളണം എന്നില്ല അല്ലെ. ചില കുട്ടികൾ ചിന്തിക്കും പിന്നീട് അത് വേണ്ടാന്ന് വെക്കും. ജസ്റ്റ് ബിക്കോസ് എ ചൈൽഡ് ഹാസ് സൂയിസൈഡൽ തോട്ട് ഡസന്റ് മീൻ ദേ വിൽ ആക്ട് ഓൺ ദം. സൂയിസൈഡിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു കുട്ടി അത് ആക്ട് ചെയ്തോളണം എന്ന് നിർബന്ധമല്ല. സൂയിസൈഡൽ ബിഹേവിയർ ഇൻവോൾവ്സ് സെൽഫ് ഹാം. അതും ഒരു സൂയിസൈഡൽ ബിഹേവിയർ ആണ് കേട്ടോ. നമ്മൾ നമ്മളെ തന്നെ സെൽഫായിട്ട് ഇഞ്ചുറി ചെയ്യുക അല്ലെങ്കിൽ സൂയിസൈഡിന് അറ്റംപ്റ്റ് നടത്തുക, ഇതെല്ലാം ഒരു സൂയിസൈഡൽ ബിഹേവിയർ തന്നെയാണ്.
Suicidal ideation means planning suicide. This involves thinking about or making plans to end one's life. ഇനി എന്താണ് ഈ സൂയിസൈഡൽ ഐഡിയേഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുക അല്ലെ, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മൾ എങ്ങനെ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തിനെ എന്താ പറയാ വധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, മേക്ക് ചെയ്യുക. ഇതെല്ലാമാണ് സൂയിസൈഡൽ ഐഡിയേഷൻ എന്ന് പറയുന്നത്. Next is suicidal attempts are very serious. These can involve methods like hanging, taking poison or other harmful action. നമുക്കറിയാം സൂയിസൈഡൽ അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഹാങ് ചെയ്യുക അല്ലെ, നമ്മൾ തന്നെ സ്വയം തൂങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിസൺ ഇൻടേക്ക് ചെയ്യുക, വേറെ എന്തെങ്കിലും ഒരു ഹാംഫുൾ ആക്ഷൻ കാണിക്കുക. ഇതെല്ലാം സൂയിസൈഡൽ അറ്റംപ്റ്റ് തന്നെയാണ്. ട്രിഗേഴ്സ് ആർ യൂഷ്വലി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓർ സ്ട്രെസ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? മെയിൻലി പറയുകയാണെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് അല്ലെ, അല്ലെങ്കിൽ സ്ട്രെസ് ഇഷ്യൂസ് ആയിരിക്കാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ നമുക്ക് സൂയിസൈഡ് ചെയ്യാനൊക്കെ ചെറിയ എന്താ തോന്നലൊക്കെ വരും അല്ലെ. ബ്രേക്കപ്പ് വിത്ത് ദ പാർട്ട്ണർ, നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമ്മളൊരു ബ്രേക്കപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ബുള്ളിയിങ്, ഹ്യൂമിലിയേഷൻ എന്തെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ, ഇനി ഫാമിലി റിജക്ഷൻ ഇൻ കേസ് എനി LGBT അല്ലെ, ലെസ്ബിയൻസോ ഗേ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നിന്നും പല റിജക്ഷൻസ് നമ്മൾ നേരിടേണ്ടി വരും. സോ നമുക്കൊരു സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ തോന്നും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിലും ഫെയിലിയർ ഇൻ എക്സാം അല്ലെ, നമ്മൾ എക്സാംസിൽ ഫെയിൽ ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും എനിക്കിനി ജീവിക്കണ്ട, എന്റെ ജീവിതം വെറുതെ ആണെന്നൊക്കെ തോന്നുന്ന കുട്ടികളുണ്ട്. സോ ഇത്തരം എക്സാമ്പിൾസ് ഒക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ സൂയിസൈഡൽ ടെൻഡൻസിയിലോട്ട് നയിക്കുന്നത്. പിന്നെ ഡിപ്രഷൻ പല കുട്ടികളും ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏർലി സ്റ്റേജിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് യൂസേജ് ഉള്ള കുട്ടികൾക്കൊക്കെ എന്താ പറയാ അറ്റ് സം സ്റ്റേജ് ഇവർക്ക് സൂയിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ടൊക്കെ എന്തായാലും വരും ട്ടോ. ഇനി the following may help to reduce the risk of suicide. സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സംഭവം നമുക്ക് എങ്ങനെ ഈ ഒരു റിസ്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഗെറ്റിംഗ് എഫക്റ്റീവ് കെയർ ഫോർ മെന്റൽ ഫിസിക്കൽ ഡിസോർഡേഴ്സ്. നമുക്ക് ഇൻ കേസ് ഇത്തരം തോട്ടോ അല്ലെങ്കിൽ ഇത്തരം ചിന്തകളൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഹെൽപ്പ് സീക്ക് ചെയ്യുക അല്ലെ. ഇപ്പൊ ഫിസിക്കൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ആയിരിക്കും, മേ ബി മെന്റലി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഹെൽപ്പ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ സീക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഗെറ്റിംഗ് ഹെൽപ്പ് ഫ്രം ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. നമ്മൾ എന്തെങ്കിലും ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളെ കമ്മ്യൂണിറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും സേഫ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ആളുകളുടെ അടുത്ത് അത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഗെറ്റിംഗ് സപ്പോർട്ട് ഫ്രം ദം വിൽ ഹെൽപ്പ് അസ്. നെക്സ്റ്റ്, ലേണിംഗ് വേസ് ടു പീസ്ഫുള്ളി റിസോൾവ് കോൺഫ്ലിക്ട്. ജീവിതമാണ് അല്ലെ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മള് കുട്ടികൾക്ക് എന്താണ് ഒരു തരത്തിൽ അവർക്ക് നേരിടേണ്ട പ്രശ്നങ്ങളൊക്കെ പീസ്ഫുള്ളി അല്ലെങ്കിൽ സമാധാനപരമായിട്ട് സോൾവ് ചെയ്യാൻ നമ്മൾ കുട്ടികൾക്ക് തന്നെ സാധിക്കണം അല്ലെ. അപ്പൊ അതിന് ചില സ്ട്രാറ്റജീസ് ഉണ്ട്, ചില മെത്തേഡ്സ് ഉണ്ട്. ഏർലി സ്റ്റേജിൽ തന്നെ പാരന്റ്സ് അതിനൊക്കെയുള്ള ഒരു എന്താ പറയാ വഴികളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ കുഞ്ഞു കോൺഫ്ലിക്റ്റും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കുട്ടികൾക്ക് തന്നെ ഏറ്റവും പീസ്ഫുള്ളി അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഹാവിംഗ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബിലീവ്സ് ദാറ്റ് ഡിസ്കറേജസ് സൂയിസൈഡ്. ഇനി എന്താ പറയാ, നമുക്കറിയാം സൂയിസൈഡിലോട്ട് നയിക്കുന്ന ചില റിലീജിയസ് ബിലീഫ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില കൾച്ചറൽ ബിലീഫ്സ്, ഫോൾസ് ആയിട്ടുള്ള പല ബിലീഫ്സും ഉണ്ടായിരിക്കും അല്ലെ. സോ അതെല്ലാം എന്ത് ചെയ്യുക, ഫോൾസ് ആയിട്ടുള്ള ബിലീവ് അല്ല, ഹാവിംഗ് കൾച്ചറൽ ഓർ റിലീജിയസ് ബിലീഫ് ദാറ്റ് ഡിസ്കറേജ് സൂയിസൈഡ്. നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടാവും അല്ലെ. ഇപ്പോ സൂയിസൈഡ് പോലെയുള്ള ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് വരെ എന്താണ് വളരെ എന്താ പറയാ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സോ അത്തരം ബിലീഫ്സും കാര്യങ്ങളും നമ്മുടെ കൾച്ചറിലും നമ്മളെ റിലീജിയസിലൊക്കെ നന്നായിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരം സൂയിസൈഡൽ ബിഹേവിയർ ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. ഈവൻ അവർക്ക് അത് ചിന്തിക്കാൻ പോലും പേടിയായിരിക്കും. സോ ഇത്തരം ബിലീഫ്സ് എല്ലാം എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സൂയിസൈഡിനെ കുറിച്ചിട്ടും അതിന്റെ ടെൻഡൻസി, അതിന്റെ റിഡക്ഷൻ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. നെക്സ്റ്റ് ഇന്റർസെക്ഷനാലിറ്റി. ഇന്റർസെക്ഷൻ ആ
ഒരു ടേമിൽ തന്നെ ഉണ്ട് അല്ലെ. എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താന്നുള്ളത്. Intersectionality is a way to understand how different parts of a person's identity can create unique experience of discrimination of privilege. Intersectionality എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഓരോ വ്യക്തികൾക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ റേസ്, എന്റെ ജെൻഡർ, എന്റെ ക്ലാസ്, എന്റെ റിലീജൻ ഇതെല്ലാം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. സോ ഈ എന്റെ ഐഡന്റിറ്റി എല്ലാം കൂടെ കൂട്ടി എനിക്കൊരു യുണീക്ക് എക്സ്പീരിയൻസ് സൊസൈറ്റിയിൽ നിന്നും ലഭിക്കും അല്ലെ. മേ ബി അതൊരു ഡിസ്ക്രിമിനേഷൻ ആവാം, അല്ലെങ്കിൽ മേ ബി അതൊരു പ്രിവിലേജ് ആവാം. അപ്പൊ ഞാനൊരു വളരെ ലോവർ കാസ്റ്റോ അല്ലെങ്കിൽ എന്റെ റേസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ വളരെ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ട ആളായിരിക്കും ചിലപ്പോ. മേ ബി ഞാൻ എല്ലാം കൊണ്ടും ഹയർ ക്ലാസ്സും വളരെ എഡ്യൂക്കേറ്റഡ് ഫാമിലി, വെൽ സെറ്റിൽഡ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്കതൊരു പ്രിവിലേജും ആവാം. അപ്പൊ നമ്മുടെ ഒരു പേഴ്സന്റെ ഐഡന്റിറ്റി ആണ് എന്നെ ഡിസ്ക്രിമിനേഷനിലോട്ടാണോ അല്ലെങ്കിൽ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഇന്റർസെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ റേസ്, ജെൻഡർ, ക്ലാസ്, റിലീജൻ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ഐഡന്റിറ്റീനെ സൊസൈറ്റിയിൽ കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് വൺ തിങ് ബട്ട് ഹൗ ദേ ഓൾ കണക്ട്. ഇത് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിനെ മാത്രം ക്ലാസിഫൈ ചെയ്തിട്ടല്ല, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനെയും കൂടെ കൂട്ടി ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ ഐഡന്റിറ്റി എന്നിരിക്കുന്നത്. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ പസിൽ. ഒരു പസിൽ പോലെ ഇതിനെ തിങ്ക് ചെയ്യാം കേട്ടോ. ഈച്ച് പീസ് ഓഫ് യുവർ ഐഡന്റിറ്റി ഫിറ്റ്സ് ടുഗെദർ ആൻഡ് ക്യാൻ ചേഞ്ച് ഹൗ ദ വേൾഡ് ട്രീറ്റ് യു. ഒരു പസിലായിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. പസിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൂട്ടി വെച്ച് അത് ഫിനിഷ് ആകുമ്പോൾ മാത്രമേ നമ്മുടെ ആ ഒരു പസിൽ കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മുടെ ഐഡന്റിറ്റിയും അതുപോലെ തന്നെയാണ്. എന്റെ റേസ്, എന്റെ ക്ലാസ്, എന്റെ റിലീജിയൻ, എന്റെ ജെൻഡർ ഇതെല്ലാം കൂടി യോജിച്ച ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ടുഗെദർ ഫിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ വേൾഡ് എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇന്റർസെക്ഷനാലിറ്റി. ഇനി കിംബർലി ക്രെൻഷോ came up with this idea in 1989. കിംബർലെ ആണ് ഈ ഒരു ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്, അതും in 1989. She noticed that focusing only on one type of inequality didn't explain the experience of people facing multiple inequalities. ഇപ്പോ കിംബർലെ പറയാണ്, ഇപ്പോ ഞാൻ എന്റെ റേസ് കാരണം മാത്രം ഒരു ഇനിക്വാളിറ്റി ഫേസ് ചെയ്യാണ് അല്ലെ. ഇനി എന്റെ അപ്പുറത്തുള്ള ആൾ അവരുടെ റേസും ജെൻഡറും കാസ്റ്റും എല്ലാം പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ ഒരു കാരണവശാൽ ഫേസ് ചെയ്യുന്ന എന്റെ ഇനിക്വാളിറ്റിയും എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി മൾട്ടിപ്പിൾ ഇനിക്വാളിറ്റി കൊണ്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഞങ്ങൾ തമ്മിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ കടന്നു പോകുന്ന ആ ഒരു മെന്റൽ സ്റ്റേജിലൂടെ ആയിരിക്കില്ല എല്ലാ പ്രോബ്ലംസും ഫേസ് ചെയ്യുന്ന എന്റെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന വ്യക്തി എന്നാണ് കിംബർലെ പറയുന്നത്. Okay, it's very important for understanding social justice and fighting against inequality. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ഒരു ഇഷ്യൂനെ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരം ഇനീക്വാളിറ്റിക്കെതിരെ നമ്മൾ വളരെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതുമാണ് കേട്ടോ. ബൈ സീയിങ് ഹൗ ഡിഫറെന്റ് ഫോംസ് ഓഫ് അപ്രഷൻ കണക്ട് വി ക്യാൻ വർക്ക് ടുവാർഡ്സ് ഫെയറർ സൊല്യൂഷൻ ഫോർ എവരി വൺ. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടതാണ്. ഒരു ഫെയറർ ആയിട്ടുള്ള സൊല്യൂഷനിലോട്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഇതിനെതിരെ ടുഗെദർ വി ഹാവ് ടു വർക്ക്. This idea is often shown using a Venn diagram. ഈ ഒരു ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള Venn diagram കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജെൻഡർ, ക്ലാസ്, റിലീജിയൻ എല്ലാം എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ്. ആൻഡ് ദീസ് കാറ്റഗറീസ് ക്യാൻ ഓവർലാപ്പ് ആൻഡ് ഇന്റർസെക്ട്. Okay, intersectionality is relative because it displays how race, gender and other components intersect to shape the experience of an individual. എന്റെ എക്സ്പീരിയൻസ്, സമൂഹത്തിൽ എനിക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എത്രത്തോളമാണ് എന്നുള്ളത് എന്റെ റേസും എന്റെ ജെൻഡറും ബാക്കി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പോണൻസും എല്ലാം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെല്ലാം അനുസരിച്ചിട്ടായിരിക്കും എന്നെ സൊസൈറ്റിയിൽ എന്താ പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യും പല കാര്യങ്ങൾ എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം
അടിസ്ഥാനത്തിലാണ് എൻ്റെ എക്സ്പീരിയൻസ് ഇൻ സൊസൈറ്റി ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ഇന്റർസെക്ഷനാലിറ്റി. നെക്സ്റ്റ് ഈസ് കോൺസിക്വൻസ് ഓഫ് ഇമ്പാക്ട് ഓഫ് വയലൻസ് ഓഫ് ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികൾ ഇത്തരത്തിലുള്ള വയലൻസുകൾ നേരിടുമ്പോൾ അത് എത്ര ബാഡ് ആയിട്ട് അല്ലെങ്കിൽ അത് അവരെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, യങ് ഏജിൽ ഇത്തരം പ്രോബ്ലംസ് കുട്ടികൾ നേരിടുമ്പോൾ അത് അവരുടെ ലോങ് ടേം അവരുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും, അവരുടെ വെൽബീയിങ്ങിനെ എഫക്ട് ചെയ്യും, കുട്ടികളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യും അല്ലെ. ഇതൊക്കെ ഒരു ലോങ് ഇമ്പാക്റ്റ് ആണ് ഇവരെ, ഈ കുട്ടികളെയും ഇവരുടെ ഫാമിലിയിലും കമ്മ്യൂണിറ്റിയിലും എല്ലാം ഉണ്ടാക്കുന്നത്. കാരണം യങ് ഏജിൽ കുട്ടി നേരിട്ട ഇത്തരം ഒരു ഇഷ്യൂവിൽ നിന്നും ആ കുട്ടി അത് അത്ര പെട്ടെന്നൊന്നും മറന്നു പോവില്ല. എന്താ പറയാ, ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു കുട്ടി നേരിട്ട വളരെ എന്താ പറയാ ഹീനമായിട്ടുള്ള ആ ഒരു ക്രൈം ആ കുട്ടീന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അതൊരിക്കലും ആ കുട്ടീന്റെ ഹെൽത്തിന് നല്ലതല്ല. ബിക്കോസ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രോമ, പലതരത്തിലുള്ള ട്രോമാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. പിന്നീട് ഭാവിയിൽ ആ കുട്ടിക്ക് അത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാരണവശാൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഈവൻ മരണത്തിൽ വരെ ആ കുട്ടിനെ മേ ബി കൊണ്ടെത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലീഡ് ടു സീവിയർ ഇഞ്ചുറി. നമുക്ക് ചിലപ്പോൾ നമ്മളെ തന്നെ ഇഞ്ചേർഡ് ആക്കാനൊക്കെ തോന്നുന്നില്ല ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ കാരണം. പിന്നെ കുട്ടിയുടെ ബ്രെയിൻ, നെർവസ് സിസ്റ്റം ഡെവലപ്മെന്റ്, ഇതിനെല്ലാം എന്തായാലും ഈ ഒരു വയലൻസ് കുട്ടീനെ എഫക്ട് ചെയ്യും. ഇനിയും റിസൾട്ടിങ് നെഗറ്റീവ് കോപ്പിംഗ് ആൻഡ് ഹെൽത്ത് റിസ്ക് ബിഹേവിയേഴ്സ്. എന്താ പറയാ, പോസിറ്റീവായിട്ട് എല്ലാ കാര്യത്തിനും നേരിടാൻ ഈ കുട്ടിക്ക് സാധിച്ചോളണം എന്നില്ല. എല്ലാത്തിലും ഒരു നെഗറ്റിവിറ്റി ആ കുട്ടീനെ സ്പ്രെഡ് ചെയ്യും. ഹെൽത്ത് ഫാക്ടേഴ്സ്, ഹെൽത്ത് ബിഹേവിയേഴ്സിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടായിരിക്കും. ലീഡ് ടു ഇൻറ്റൻഡഡ് പ്രഗ്നൻസി ഓർ അബോർഷൻ. ഈ കുട്ടി നേരിടുന്ന ഈ ഒരു വയലൻസ് കാരണം മേ ബി വളരെ യങ് ഏജിൽ തന്നെ പ്രഗ്നന്റ് ആവാനും അബോർഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നേരിടാനും എല്ലാം ചാൻസ് ഉണ്ട്. സോ കുട്ടികളെ ഇത് വളരെ എന്താ പറയാ ബാഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എഫക്ട്സ് ആണ് കുട്ടികൾക്ക് എപ്പോഴും ഈ ഒരു വയലൻസ് കാരണം ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ലീഡിംഗ് ടു വൾണറബിലിറ്റി ഓഫ് ചിൽഡ്രൻ ഇൻ തമിഴ്നാട് ആൻഡ് റൂട്ട് കോസ്. ഇനി തമിഴ്നാട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുട്ടികൾ നേരിടുന്നത്, ഇതിന്റെ റൂട്ട് കോസ് എന്താണ്. ഓക്കെ, ഇനി നമുക്കൊരു ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കാം. ഒരു വ്യക്തി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു നോക്കാം. നമുക്കറിയാം ബയോളജിക്കൽ ആയിട്ട് അല്ലെ, നമ്മുടെ സെക്സ്, അതായത് ആണാണോ പെണ്ണാണോ, നമ്മുടെ ഏജ്, എത്ര വയസ്സുള്ള കുട്ടിയാണ്, 18 ആണോ 28 വയസ്സാണോ. അപ്പൊ ഇത്തരം ഈ ഒരു ഏജിന്റെ ബേസിസിലും നമ്മുടെ സെക്സ് ബേസ്ഡും കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇൻഡിവിജ്വലി നേരിടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോവർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, അത്ര പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ ഒന്നും ലഭിക്കാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്പെസിഫിക്കലി ഇങ്ങനെയുള്ള പല വൾണറബിലിറ്റി അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ലോ ഇൻകം ഉള്ള ഫാമിലി ആണെങ്കിൽ അത്തരം കുട്ടികൾ അല്ലെ, ഐഡന്റിഫൈങ് ആസ് ലെസ്ബിയൻ, ഗേ, ഒരു ലെസ്ബിയനോ ഗേയോ അല്ലെങ്കിൽ അത്തരം ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ചിൽഡ്രനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ കൂടുതൽ ഇത്തരം വയലൻസ് ഒക്കെ നേരിടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഹാർംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്. ഇനി ആൽക്കഹോളോ ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്കും ഇത്തരം വയലൻസിലോട്ട് എത്താനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ വയലൻസ് നേരിടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇൻഡിവിജ്വൽ ലെവലിൽ അതൊക്കെയാണ് റൂട്ട് കോസ്. ഇനി ക്ലോസ് റിലേഷൻഷിപ്പ് ലെവലിൽ അല്ലെ, അവിടെ ഏറ്റവും ക്ലോസ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് കുട്ടിക്ക് വരുന്നത്. ഫാമിലി സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുവർ പാരന്റൽ പ്രാക്ടീസ് അല്ലെ, വേണ്ട ആവശ്യം ഉള്ള അത്ര ഒരു കെയർ ആൻഡ് സപ്പോർട്ട് പാരന്റ്സിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫാമിലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇനി ഏർലി മാരേജ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് മാരേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ലാക്ക് ഓഫ് ഇമോഷണൽ ബോണ്ടിങ് ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് പാരന്റും കുട്ടിയും തമ്മിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ലാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം കുട്ടികൾക്കൊക്കെ ക്ലോസ് റിലേഷൻഷിപ്പ് ലെവലിലും പലതരത്തിലുള്ള വയലൻസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ലെവൽ. അപ്പൊ കമ്മ്യൂണിറ്റി ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോവർട്ടി ഫേസ് ചെയ്യുന്ന കുട്ടികള്, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് ഒരുപാട് തിങ്ങി നിറഞ്ഞ ഏരിയയിൽ താമസിക്കുന്ന കുട്ടികള്, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഗാങ്സ് ആൻഡ് ഡ്രഗ് ഡീലിംഗ് അല്ലെ, ഡ്രഗ് ഡീലിങ്സും പല ഡ്രഗ് ഗാങ്സ് ഒക്കെ കൂടുതലായിട്ടുള്ള ഏരിയാസിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി ലെവലിലുള്ള ആളുകൾക്ക് കൂടുതൽ വയലൻസുകൾ നേരിടാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് സൊസൈറ്റി ലെവൽ. ആബ്സെൻസ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ. ഒരു തരത്തിലുള്ള സോഷ്യൽ പ്രൊട്ടക്ഷനും ഇല്ലാത്ത ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ എന്തായാലും വയലൻസ് നേരിടില്ല. എന്ത് അതിക്രമം സൊസൈറ്റിയിൽ നടന്നാലും അല്ലെങ്കിൽ നടു റോഡിൽ വെച്ച് നടന്നാലും സമൂഹം അതിനെ ഒന്നും
എതിരെ റെസ്പോണ്ട് ചെയ്യുകയോ ആക്ഷൻസോ എടുക്കുന്നില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പബ്ലിക് പ്ലേസിൽ നടക്കില്ലേ. സോ സോഷ്യൽ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്. അതില്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലംസും കുട്ടികൾ നേരിടേണ്ടി വരും. നെക്സ്റ്റ് സെറ്റിംഗ് വിത്ത് വീക്ക് ഗവർണൻസ് ആൻഡ് പുവർ ലോ എൻഫോഴ്സ്മെന്റ്. ഇനി നമ്മുടെ ഗവൺമെന്റ് സംവിധാനം വളരെ വീക്ക് ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, ആവശ്യമായിട്ടുള്ള ഒരു ലോ ആൻഡ് പോളിസി ഒന്നും നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും സൊസൈറ്റി ലെവലിൽ പലതരത്തിലുള്ള ഇഷ്യൂസും കുട്ടികൾ നേരിടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് റൂട്ട് കോസ് ആയിട്ട് പറയുന്നത്. എസ്പെഷ്യലി തമിഴ്നാടത്തെ കേസാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, 1 second. നെക്സ്റ്റ് ഈസ് റൂട്ട് കോസ് ഫോർ ദ വൾണറബിലിറ്റി ഓഫ് ചിൽഡ്രൻ ടു വയലൻസ്. ഇനി എന്തൊക്കെയാണ് കുറച്ചും കൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിലുള്ള റൂട്ട് കോസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അട്ടർ പോവർട്ടിയിലെ ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുന്ന ചില ഫാമിലീസ് ഉണ്ടായിരിക്കും. ഇപ്പോ നമുക്കറിയാം ചിൽഡ്രൻ ഹു ലാക്ക് ബേസിക് നീഡ് ആൻഡ് കെയർ അറ്റ് ഹോം ആർ കമ്പൽഡ് ടു ഗോ ഫോർ പ്രെറ്റി ജോബ്സ്. വീട്ടില് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവര് വളരെ ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ ഏർലി യങ് ഏജിൽ തന്നെ ജോലിക്ക് പോകേണ്ട സാഹചര്യമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. സോ അത്തരം സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവർ ജോലിക്ക് പോകുന്ന ഒരു മേഖലയിൽ നിന്നോ കുട്ടികൾക്ക് പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസോ വയലൻസോ ഉണ്ടാവാം. അപ്പൊ അതിന് കാരണം അട്ടർ പോവർട്ടിയാണ്. നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് പാരന്റൽ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ. ഇനി ഒരു ലോ ലെവലിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഇൻകം ഫാമിലീസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ട് പാരന്റ്സും അല്ലെ, അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ ജോലിക്ക് പോകേണ്ട സാഹചര്യം ആയിരിക്കും. അപ്പൊ അത്തരം കേസിൽ കുട്ടികൾ എന്തായിരിക്കും, വീട്ടിലോ തനിയെ ആയിരിക്കും, ഒറ്റക്കായിരിക്കും താമസിക്കുന്നത്. സോ ഈ ഒരു മിഡിൽ ക്ലാസ് ലോ ലെവൽ ഫാമിലീസിലുള്ള കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യം കൊണ്ട് തന്നെ പലതരത്തിലുള്ള വയലൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസും കുട്ടികൾക്ക് നേരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. In affluent families, children are given full freedom which makes them addicted to online use. ഇനി വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ ഫാമിലി ആണെങ്കിലോ തന്റെ കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള ഫുൾ ഫ്രീഡമും പാരന്റ്സ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഫുൾ ടൈം ഫോണിൽ ഓൺലൈൻ ആയിരിക്കും, അവർക്ക് വേണ്ട മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള കേസസിലും എന്താണ്, കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കിട്ടുന്ന സാഹചര്യങ്ങളിൽ ഓൺലൈൻ യൂസിനോട്ട് അഡിക്റ്റഡ് ആവുകയും പിന്നീട് ഓൺലൈൻ അബ്യൂസ്, സെക്ഷൽ അബ്യൂസുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതൽ. നമ്മൾ പറഞ്ഞ ഈ ഓൺലൈൻ ഗ്രൂമിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലെ. നെക്സ്റ്റ് ലാക്ക് ഓഫ് മോറൽ വാല്യൂസ് ആൻഡ് റിലീജിയസിറ്റി ഇൻ ജനറൽ പബ്ലിക്. എല്ലാത്തിന്റെയും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ചില മോറൽ വാല്യൂസ് ആണ്. അത് പാരന്റ്സിന്റെ കയ്യിൽ തന്നെയാണ്, അല്ലെങ്കിൽ പാരന്റ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മുടെ കുട്ടിക്ക് ചെറിയതിലെ തൊട്ട് അല്ലെ, അവരുടെ യങ് ഏജിൽ തൊട്ട് നമ്മുടെ മോറൽ വാല്യൂസും നമ്മുടെ റിലീജിയസിറ്റിന്റെ ഇമ്പോർട്ടൻസും എല്ലാം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊന്നും ലഭിക്കാത്ത കുട്ടികൾക്ക് എന്താണ്, ഈ മോറൽ വാല്യൂസിനെ കുറിച്ചിട്ടൊന്നും വലിയ അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. സോ അത്തരം കുട്ടികളും ഇങ്ങനത്തെ ഉള്ള വയലൻസിലും ഓൺലൈൻ ആയിട്ടുള്ള പ്രോബ്ലംസിലും ഒക്കെ ചെന്ന് ചാടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. സോ മോറൽ വാല്യൂസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, റിലീജിയസിറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്, പാരന്റ്സിന്റെ കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ. നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് കുട്ടികൾ എന്തൊക്കെ തരത്തിലുള്ള വയലൻസ് നേരിടുന്നു എന്നുള്ളതാണ് അല്ലെ. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെയൊക്കെ റൂട്ട് കോസ് എന്താന്നുള്ളതും നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ ചാപ്റ്റർ തന്നെയാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ചാപ്റ്റർ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.